ക്ഷേത്രം പ്രകൃതിയിലെ നിശ്ചലമായ ഊർജത്തെ ചലനാത്മകമാക്കി ചുറ്റും പ്രചരിപ്പിക്കുന്നു. ക്ഷേത്രത്തിലെത്തിക്കുന്ന ഭക്തരിലേക്ക് അത് പ്രവഹിക്കുകയും ചെയ്യുന്നു. കൂപ്പുകൈയുടെ കൂർത്ത അഗ്രം വേഗം അതിനെ ആവാഹിക്കുന്നു. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മലയൻകീഴിൻ്റെ ദേശപ്പെരുമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള പ്രശാന്ത സുന്ദരമായ ഗ്രാമമാണ് മലയൻകീഴ്. മൂക്കുന്നിമലയ്ക്കും എള്ളുമലയ്ക്കും മാങ്കുന്നുമലയ്ക്കുമിടയിൽ പേരിനെ അന്വർത്ഥമാക്കുന്ന താഴ്വാര പ്രദേശം. ചതുർബാഹുവായ മഹാവിഷ്ണു ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന പുണ്യസ്ഥലിയാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഗണപതി, ശിവൻ, ശാസ്താവ്, ഭൂതത്താൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി തുടങ്ങിയ ഉപദേവതകളും ക്ഷേത്രത്തിന് ചൈതന്യം പകരുന്നു. 2 മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ടും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രഭൂമി. പ്രതിഷ്ഠാ വിഗ്രഹവുമായി വില്ലുമംഗലം സ്വാമികൾ ബന്ധപ്പെടുമ്പോൾ ഭാഷാ ഭഗവത്ഗീത രചിച്ച മാധവ പണിക്കർക്ക് മലയൻകീഴുമായുള്ള ബന്ധവും പ്രസിദ്ധം. ക്ഷേത്രനടയിലെ ബൃഹത്തായ ഗോപുരവും നീണ്ട നടപ്പന്തലും ചുറ്റുമതിലിനുള്ളിലെ ആൽമരവും ദൃശ്യാനുഭൂതി പകരുന്നു. ക്ഷേത്രനടയിലെ വലിപ്പമുള്ള ധ്വജം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് സ്ഥാപിച്ചതാണിത്. അതിനു ചുവട്ടിൽ ചുറ്റും മനോഹരമായ കുത്തുപണികൾ, ശ്രീകോവിലിന്റെ കഴുക്കോലിൽ തെളിയുന്ന പുരാതന ലിപിയും നാലമ്പലത്തിനകത്തെ തൂണുകളിലെ ശില്പങ്ങളും ചാരുതയാർന്നവയാണെന്ന് മാത്രമല്ല പ്രാചീന പ്രൗഢിയും വെളിവാക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്കുവശത്ത് വിസ്തൃതമായ കുളമാണ്. ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ വണങ്ങി ജന്മപുണ്യം നേടിയത് നിരവധി തലമുറകളും. പീതാംബരധാരിയായ മൗലിയിൽ മയിൽപീലി ചാർത്തിയ വേണുഗോപാലനായ കണ്ണൻ ഈ ക്ഷേത്രത്തിൽ അനന്ത ചൈതന്യമായി 1000 ഹൃദയങ്ങൾക്ക് ആശ്വാസമേകുന്നു. കദളിപ്പഴവും പാൽപ്പായസവും ഉണ്ണിയപ്പവും ഭഗവാന് പ്രധാന നിവേദ്യങ്ങൾ. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അനന്തപുരിയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ടെന്നാണ് യശശരീരനായ പണ്ഡിതവര്യൻ ശൂരനാട് കുഞ്ഞൻപിള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഐതിഹ്യങ്ങളും വായ്മൊഴി കഥകളും കൊണ്ട് ക്ഷേത്രപ്പഴമ പ്രസിദ്ധം. കഥകളിലൊന്നും അതിഭാവുകത്വമില്ല. എല്ലാം കൺമുന്നിൽ കണ്ട പോലെ. തലമുറകൾ പറഞ്ഞു പോകുന്ന ഈശ്വര ചൈതന്യമുള്ള കഥകൾ. ഓരോ ദേശത്തെയും ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാ സങ്കല്പത്തിനനുസരിച്ച് ആചാരങ്ങളിൽ വ്യത്യാസമുണ്ട്. അത്തരത്തിൽ സ്ത്രീകൾക്ക് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. ദർശനത്തിന് വരുന്ന സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാനും ഉപദേവതകളെ വണങ്ങാനും നിയന്ത്രണമില്ല. എന്നാൽ നാലമ്പലത്തിനുള്ളിലേക്ക് കയറാൻ സ്ത്രീകൾക്ക് വിലക്കുണ്ട്. അതിനൊരു കാരണവും പറയുന്നുണ്ട്. പണ്ട് സ്വാമിയാർ മഠത്തിന്റെ അധിപതി ആറുദേശപ്പറ്റി സ്വാമികൾ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചു വരുന്ന സമയം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അദ്ദേഹം നാലമ്പലത്തിനുള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭക്തയായ ഒരു സ്ത്രീ ഭഗവത് ദർശനത്തിനായി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു. ഏറെ നേരമായിട്ടും ദർശനം കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തു വന്നില്ല. ഭക്ത ഭഗവാനിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം. അതിനുശേഷമാണ്
നാലമ്പലത്തിനുള്ളിൽ സ്ത്രീകൾക്ക് വിലക്ക് വന്നത്. ബാലികമാർക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവാനെ ദർശിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. പൂജകളിലും മറ്റും ദേവീ സങ്കല്പത്തിന് പ്രാധാന്യവുമുണ്ടിവിടെ. അതിലൊന്നാണ് നാലമ്പലത്തിനുള്ളിലെ ബലിക്കല്ലുകളിലെ സപ്തമാതൃക്കളുടെ സാന്നിധ്യം. നിത്യവും സന്ധ്യാദീപാരാധനയ്ക്ക് മുൻപ് നാലമ്പലത്തിനു മുന്നിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വിളക്ക് തെളിയിച്ച ശേഷമേ ചടങ്ങുകൾ ആരംഭിക്കൂ. മതിലകം രേഖകൾ ഉൾപ്പെടെയുള്ളവയിൽ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. AD 1729 തിരുവിതാംകൂറിൽ ഭരണമേൽക്കുകയും രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും ചെയ്ത അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തു തന്നെ മലയൻകീഴ് ക്ഷേത്രത്തിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വാദ്യക്കാരെ വരുത്തിയിരുന്നതായി ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നു. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയതിനു പിന്നിൽ കുട്ടിക്കുഞ്ഞു തങ്കച്ചിയുടെ കവിതകൾക്കും പ്രധാന പങ്കുണ്ട്. ഭഗവാനെക്കുറിച്ചുള്ള അവരുടെ കവിതകൾ മുമ്പ് അനന്തപുര നിവാസികൾ ഭക്തിയോടെ ചൊല്ലിയിരുന്നു. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമിയെ തിരുവല്ല വാഴപ്പൻ എന്ന അർത്ഥത്തിൽ തിരുവല്ലാഴപ്പൻ എന്നും വിളിച്ച് ഭക്തർ പ്രാർത്ഥിച്ചു വരുന്നു. അതിനു പിന്നിൽ ഒരൈതിഹ്യമുണ്ട്. വിഷ്ണുഭക്തനായ വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് ഒരിക്കൽ ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചു. ദ്വാരകയിൽ സാത്യകി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ജലത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അതെടുത്ത് യഥാവിധി പ്രതിഷ്ഠിക്കണമെന്നും സ്വാമിയാരോട് ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുന്നതായിരുന്നു സ്വപ്നം. അടുത്ത ദിവസം സ്വാമിയാർ കുളിക്കാൻ നദിയിൽ മുങ്ങിയപ്പോൾ തൻ്റെ ശിരസ് ഏതോ വസ്തുവിൽ തട്ടിയതായി തോന്നി. അദ്ദേഹം അതെടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ മനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹമാണെന്ന് മനസ്സിലായി. സ്വാമിയാർ അതിനെ പ്രതിഷ്ഠിക്കാൻ പത്തനംതിട്ടയ്ക്കടുത്തുള്ള തിരുവല്ലയിൽ ക്ഷേത്രം പണിയിച്ചു. പ്രതിഷ്ഠാദിനമെത്തിയപ്പോൾ സ്വാമിയാർക്ക് മറ്റൊരു സ്വപ്നം ലഭിച്ചു. വിഗ്രഹം മലയൻകീഴ് എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നു സ്വപ്നത്തിലെ നിർദ്ദേശം. അങ്ങനെയാണ് വിഗ്രഹം മലയൻകീഴ് പ്രതിഷ്ഠിച്ചത്. ഇതിനുശേഷം മലയൻകീഴ് ക്ഷേത്രപ്രതിഷ്ഠയെ തിരുവല്ലാഴപ്പൻ എന്ന് ഭക്തർ വിളിച്ചു പോരുന്നു. രണ്ടു ക്ഷേത്രങ്ങൾക്കും നൂറ്റാണ്ട് മുമ്പുള്ള ബന്ധത്തെയാണ് ഈ ഐതിഹ്യം കൂട്ടിയിണക്കുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ദാർശനിക ഗ്രന്ഥം ജ്ഞാനപനുവൽ, അതായത് സംസ്കൃത ഭാഷയിലുള്ള ശ്രീമദ് ഭഗവത്ഗീത ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യപ്പെടുന്നത് ഈ ക്ഷേത്ര സന്നിധിയിൽ വച്ചാണ്. അത് നിർവഹിച്ചത് മാധവ കവിയാണ്. മാധവ കവി തൻ്റെ പുസ്തകത്തിൽ താൻ മലയൻകീഴ് തിരുമാതിൻ വല്ലഭൻ അരുളാലെ ആണ് ഈ പുസ്തകം ജ്ഞാനപനുവൽ, അതായത് അറിവിൻ്റെ ശാസ്ത്രം എഴുതുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തിപ്രസ്ഥാനത്തെ സാമാന്യ ജനങ്ങളുടെ ഭാഷയിലേക്ക് പരിചയപ്പെടുത്തിയ പാട്ട് എന്ന സാഹിത്യ പ്രസ്ഥാനത്തിലെ നാഴികക്കല്ലുകളിൽ പ്രഥമ സ്ഥാനമാണ് ഭാഷാ ഭഗവത്ഗീതയ്ക്ക്. ഒരു നൂറ്റാണ്ട് മുമ്പ് 1915 മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ഭാഷാ ഭഗവത്ഗീതയുടെ 1-ാം പതിപ്പ് പുറത്തിറക്കിയത്. അന്നു മുതൽ ഗ്രന്ഥകാരനെക്കുറിച്ചുള്ള തർക്കവും തുടങ്ങി. മാധവകവിയുടെ ജന്മഭൂമി പത്തനംതിട്ടയ്ക്കടുത്ത് നിരണവും കർമ്മഭൂമി മലയൻകീഴുമാണെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. മറ്റൊരു കൂട്ടർ കവിയുടെ ജന്മഭൂമിയും കർമ്മഭൂമിയും മലയൻകീഴാണെന്ന് വാദിക്കുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണം, വിഷു, അഷ്ടമി രോഹിണി, മകരമൊന്ന്, മിഥുനമൊന്ന് എന്നിവ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. മീനമാസത്തിലാണ് പ്രസിദ്ധമായ മലയൻകീഴ് ഉത്സവം. ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള കുഴയ്ക്കാട് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള തോട്ടിലാണ് ആറാട്ട്. അനവധി ആനകളുടെയും പഞ്ചവാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ആറാട്ട് ഘോഷയാത്ര. ഭക്തിനിർഭരമായ ഈ ചടങ്ങിന് പിന്നിലും ഒരൈതിഹ്യമുണ്ട്. ശ്രീകൃഷ്ണൻ വിവാഹത്തിനാഗ്രഹിച്ചാണ് കുഴയ്ക്കാട് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നും ആഗ്രഹം സഫലമാകാതെയാണ് മടങ്ങുന്നതെന്നും കഥ.
തിരിച്ചെത്തുമ്പോഴേക്കും നേരം പുലർന്നിരിക്കും. തിരിച്ചുള്ള യാത്ര കാണാനും ഭക്തജനങ്ങൾ നിറപറയൊരുക്കി ഭഗവാനെ കാത്തു നിൽക്കുന്നുണ്ടാകും. ഭഗവദ്ഗീതയ്ക്ക് പരിവർത്തനം പവിത്രമാം തൃപാദ വരദാനം. ഭഗവദ്ഗീതയ്ക്ക് പരിവർത്തനം പവിത്രമാം തൃപാദ വരദാനം. കണ്ണശ കവികൾക്ക് ഉൾക്കരുത്തേകിയ പരമാത്മപാദത്തിൽ വന്ദനം. കണ്ണശ കവികൾക്ക് ഉൾക്കരുത്തേകിയ പരമാത്മപാദത്തിൽ വന്ദനം. ശ്രീവല്ലഭപാദത്തിൽ വന്ദനം.